പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ കൂടിയാണ് ഇത്. ഇത്തരത്തിൽ ജനങ്ങൾ പുറത്തിറങ്ങരുത്, ജാഗ്രത പാലിക്കണം. ജനജീവിതം ഏതായാലും വല്ലാതെ ദുസ്സഹമായിരിക്കുകയാണ്. വയനാട് മാനന്തവാടി പയ്യമ്പള്ളി എന്ന പ്രദേശത്ത് നമുക്കറിയാം, നേരത്തെ തണ്ണീർക്കൊമ്പനുമായി ബന്ധപ്പെട്ട എത്രയോ ദിവസങ്ങളിൽ വാർത്തകൾ സംഭവിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു കൊമ്പൻ, ഈ കൊമ്പൻ ഇത്തരത്തിൽ നിന്നൊരു കൊലപാതകം കൂടി നടത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സങ്കീർണത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അത് CCF അടക്കം ഉള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇടപെട്ട് DFOമാർ അടക്കമുള്ള സംഘം കർണാടക വനം വകുപ്പുമായി കോർഡിനേറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വെടിവെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനം. ജിൻസ് ഈ വിഷയത്തിലെ വിശദാംശങ്ങൾ പങ്കുവെക്കും. ജിൻസ്, വലിയൊരു ദൗത്യത്തിലേക്ക് വീണ്ടും വനംവകുപ്പ് കടക്കുന്ന പശ്ചാത്തലമാണ്. ഏതായാലും വനംവകുപ്പിന് അത് ചെയ്തേ മതിയാവൂ, കാരണം ജനരോഷം അത്രത്തോളമുണ്ട്. വനംവകുപ്പിനെതിരെ പോലും ജനം തിരിഞ്ഞ പശ്ചാത്തലമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കൊമ്പനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നിലവിൽ ഈ കാട്ടാന കർണാടക ഭാഗത്തേക്ക് നീങ്ങുകയാണ്. നഗർകോള വന്യജീവി സങ്കേതത്തിലേക്ക് നീങ്ങുന്നതായാണ് നിലവിലെ വിവരം. രാവിലെ അജീഷ് കൊല്ലപ്പെട്ട സ്ഥലത്തായിരുന്നു ഈ ആനയുണ്ടായിരുന്നത്. അതിനുശേഷം ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. പിന്നീടാണ് ഇവിടെ നിന്നും തൊട്ടടുത്തുള്ള വനമേഖലയിലേക്ക് ഈ ആന നീങ്ങിയിട്ടുള്ളത്. എന്തായാലും റേഡിയോ കോളർ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇതിനെ തിരയുന്നത്. നിലവിൽ RRT സംഘം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ക്യാമ്പ് ചെയ്താണ് നിലവിൽ ഈ നിരീക്ഷണം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഈ ഉൾവനത്തിലുള്ള ഈ കാട്ടാന നാട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് റേഡിയോ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ഉറപ്പിക്കാൻ കഴിയും. എന്തായാലും നിലവിൽ മയക്കുവെടി വെക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ട്. കോന്നി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഭരതൻ, സൂര്യ, വിക്രം അടക്കമുള്ള കുങ്കിയാനകളെയാണ് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അതിനുള്ള നടപടികളിലേക്കാണ് നിലവിൽ കടക്കുന്നത്. അതേസമയം തന്നെ ഈ RRT സംഘവും ഈ ആനയെ അകലം വിട്ട് നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും ഈ കാട്ടാന ആക്രമണത്തിന് കാരണമായത് കർണാടക വനംവകുപ്പിന്റെ വീഴ്ചയാണെന്നാണ് നിലവിലെ ആരോപണം. ഈ ആനയുടെ സഞ്ചാരം സംബന്ധിച്ച വിവരം കൈമാറ്റത്തിന് കർണാടക വനംവകുപ്പിന് വീഴ്ച സംഭവിച്ചതായാണ് നിലവിൽ ഈ കേരള വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ആരോപണങ്ങളൊക്കെ വരുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതായിരുന്നു. അജീഷിനെ കൊലപ്പെടുത്തിയ ഈ ആനയെ വെടിവെച്ചു കൊല്ലണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയായിരുന്നു ജനങ്ങൾ ഉണ്ടായിരുന്നത്. ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഈ കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങിയത്. എന്തായാലും ഈ ആനയെ ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് പിടികൂടും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇതിനെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. അതേസമയം തന്നെ ഈ ആന കർണാടകയിലേക്ക് കടന്നാൽ മയക്കുവെടി വെക്കാൻ കഴിയില്ല. എന്തായാലും നിലവിൽ ഈ ആനയുടെ സഞ്ചാരപാത മനസ്സിലാക്കിയായിരിക്കും നിലവിൽ അടുത്ത നടപടി ഉണ്ടാവുക. ആനയുടെ സഞ്ചാരപാത മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് RRT സംഘമടക്കം. നേരത്തെ നമ്മളോട് പറഞ്ഞത് ഈ റേഡിയോ കോളർ സിഗ്നൽ കിട്ടുന്നതിലെ ഒരു കാലതാമസവും പ്രശ്നവും ഒക്കെയാണ്. അവിടെയാണ് ഒരു കോർഡിനേഷന്റെ ആവശ്യം. നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞതുപോലെ ഒരു കോർഡിനേഷൻ ഈ മേഖലയിൽ അത്യാവശ്യമാണ്. അങ്ങനെ സംഭവിക്കുന്നില്ല. കർണാടകയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും കർണാടകയിലെ ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു ജോയിന്റ് ഓപ്പറേഷന്റെ പശ്ചാത്തലം ഉണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. അതാണ് ഈ വനം വകുപ്പിനെതിരെ ഇത്തരത്തിൽ വലിയ തോതിൽ ജനരോഷം ഉയരാനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. ഏതായാലും തണ്ണീർക്കൊമ്പനൊപ്പം എത്തിയ ആനയാണ് ഇത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. തണ്ണീർക്കൊമ്പനൊപ്പം എത്തിയിട്ടും ഇതിനൊപ്പം ഒരു കാട്ടാന കൂടി ഉണ്ട് എന്ന വിവരം ലഭിച്ചിട്ടും, അതായത് വനംവകുപ്പിന് കിട്ടിയിട്ടും അതിനെ അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ, ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാൻ വനംവകുപ്പ് തയ്യാറായില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ മാത്രമാണ് മിഷൻ ബേലൂർ ലക്ന എന്ന മിഷനിലേക്ക് കടക്കുന്ന പശ്ചാത്തലം, മഗ്ന എന്ന മിഷനിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. 5 DFOമാർ ഇപ്പോൾ ദൗത്യത്തിന്റെ ഭാഗമാകുന്നു. 4 വെറ്ററിനറി ഓഫീസർമാരും സംഘത്തിനൊപ്പമുണ്ട്. 4 കുങ്കിയാനകൾ കൂടി ബാവലിയിലുണ്ട്. ബാവലിയിലെത്തി അവിടെ ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ട്രാക്കിംഗ് സംഘം ഇപ്പോൾ കാട്ടിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ബേലൂർ, മഗ്ന, മണ്ണുണ്ടി മേഖലയിൽ ആനയുണ്ട് എന്നുള്ള സൂചനകളുടെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. റേഡിയോ കോളർ സിഗ്നലുകൾ കഴിഞ്ഞ കുറേ നേരമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട്. ഉൾവനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് വനംവകുപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ദൗത്യം ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് തന്നെ ഈ കൊമ്പനെ പിടികൂടി മയക്കുവെടി വെച്ച് പിടികൂടാനാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. എന്താണ് കാട്ടിലേക്ക് കുങ്കിയാന ആക്കണം എന്നുള്ള ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത്. കാരണം ഈ കാട്ടിലേക്ക് കടത്തിവിട്ടാൽ പോലും തിരിച്ച് നാട്ടിലേക്ക് ജനവാസ മേഖലയിലേക്ക് മറ്റും വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിൽ സംസാരിക്കുന്നത്. അന്തർ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി, വയനാട്ടിൽ 2 RRT എന്നിവ മന്ത്രിയുടെ വാഗ്ദാനമായി വീണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാര്യക്ഷമത നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണണം. ഏതായാലും വലിയ ദൗത്യത്തിലേക്ക് വനംവകുപ്പ് വീണ്ടും കടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.
ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചു വരും.